ഇനി മൂന്നാമത്തെ സ്കന്ധത്തിൽ പ്രധാനമായി വരുന്നത് കപില മഹർഷിയുടെ കഥയും അവതാര കഥയും കപില മഹർഷി അമ്മയ്ക്ക് നൽകിയ ഉപദേശവുമാണ്. സ്വയംഭൂവ മനു ശതരൂപ അവർക്ക് 3 പുത്രിമാരാണ് ഉണ്ടായത്. ദേവഹൂതി, ആകൂതി, പ്രസൂതി. അതിൽ ദേവഹൂതിയുടെ കഥയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ദേവഹൂതി എന്ന പദത്തിന് തന്നെ അർത്ഥം ദേവനെ ആഹ്വാനം ചെയ്യാൻ, വിളിച്ചു വരുത്താൻ കെൽപ്പുള്ളവളാണ് ദേവഹൂതി. അതുകൊണ്ടാണല്ലോ ദേവഹൂതിയുടെ മകനായിട്ട് ഭഗവാൻ സാക്ഷാത് ജ്ഞാനാവതാരമൂർത്തിയായിട്ട് ജനിച്ചത്. ദേവഹൂതിക്ക് ബ്രഹ്മദേവന്റെ തന്നെ മാനസപുത്രനായ കർദമ പ്രജാപതിയിൽ ഒരു ചായ്വ് വന്നു. കർദമ പ്രജാപതിയുടെ പല പല സ്തുതികളൊക്കെ കേട്ട് മഹത്വം കേട്ട് കർദമ പ്രജാപതി ഭർത്താവായി വരണം എന്നുള്ളൊരു ആഗ്രഹം ദേവഹൂതിക്ക് ഉണ്ടായി. കർദമ പ്രജാപതി വൈരാഗ്യ ശിരോമണിയായിരുന്നു. ബ്രഹ്മദേവന്റെ മാനസപുത്രനാണ്, നിവൃത്തി നിരതനായിരുന്നു, ഗൃഹസ്ഥ ആശ്രമത്തിലൊന്നും രുചിയില്ല, തപസ് ചെയ്യാൻ പോയി. അപ്പോൾ ബ്രഹ്മദേവന്റെ ആജ്ഞ എന്തായിരുന്നു? ബ്രഹ്മദേവൻ ആരെയൊക്കെ സൃഷ്ടിക്കോ പുത്രന്മാരെ, അവരോടെല്ലാം എന്താ പറയുന്നത്? സൃഷ്ടി മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളൂ. അപ്പം ഉള്ളിൽ അതിനോടൊരു ആഗ്രഹമൊന്നുമില്ല. പക്ഷെ എന്നാലും അച്ഛൻ പറയുകയാണല്ലോ, അപ്പോൾ ധിക്കരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് സൃഷ്ടിക്ക് മുൻപ് എന്തായാലും തപസ് ചെയ്യണം. തപസ്സിന് ശേഷം എന്ത് ചെയ്യുകയാണെങ്കിലും അത് നല്ലതായിട്ടേ വരുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെയൊക്കെ അച്ഛനായ ബ്രഹ്മദേവൻ പോലും സൃഷ്ടി നടത്തുന്നതിന് മുൻപ് എന്ത് ചെയ്തു? എത്രയോ കൊല്ലങ്ങൾ തപസ് ചെയ്തു അല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് നമ്മളും ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എന്ത് വേണം? ആദ്യം തപസ് വേണം അല്ലേ? തപസ്സിൽ നിന്നും വരുന്ന സന്തതികൾ ഉത്തമമായിരിക്കും. ആ ബന്ധവും ആരുമായിട്ടുള്ളൊരു ബന്ധവും തപസ്സിലൂടെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രേഷ്ഠമാവും. അല്ലെങ്കിൽ മുഴുവനും കുളമാവും അല്ലേ? നമ്മൾ തന്നെ കുളമാവും, എല്ലാവരെയും കുളമാക്കുകയും ചെയ്യും, വെള്ളം കുടിപ്പിക്കുകയും ചെയ്യും അല്ലേ? അപ്പോൾ കർദമ പ്രജാപതി തപസ് അനുഷ്ഠിച്ചു. തപസ്സിൻ്റെ അവസാനം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഭഗവാൻ പറഞ്ഞു എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പം കർദമ പ്രജാപതി എന്താണ് ചോദിക്കുക അല്ലേ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു നീ വിഷമിക്കുക വേണ്ട. കർദമ പ്രജാപതി ഭഗവാനോട് പറയണം, എൻ്റെ ഉള്ളിൽ ഈ ഗൃഹസ്ഥ ആശ്രമത്തിലേക്കുള്ള ഒരു സങ്കല്പം എന്തുകൊണ്ട് വന്നു എനിക്കറിയില്ല. അത് ഭഗവാന്റെ ഇച്ഛ കൊണ്ട് തന്നെ ആവണം തീർച്ചയായിട്ടും. കാരണം എൻ്റെ മനസ്സ് അല്ലാതെ തന്നെ ആ വൈരാഗ്യത്തിൽ ഇങ്ങനെ ഭഗവാന്റെ മുഴുകിയിരിക്കുകയാണ്. അപ്പം ആ മനസ്സിൽ ഇങ്ങനെ ഒരു സങ്കല്പം വരണം എങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ ഇച്ഛ മാത്രമാണ്. അതുകൊണ്ട് ഭഗവാനെ അങ്ങയുടെ ഇച്ഛ എന്താണോ അത് പ്രകാരം നടക്കട്ടെ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു നീ തേടി പോകേണ്ട ആവശ്യമേ ഇല്ല വധുവിനെ. സ്വയംഭൂവ മനുവും ശതരൂപയും കൂടി ചേർന്ന് അവരുടെ മകളെ നിന്റെ അടുത്ത് ഏൽപ്പിക്കാൻ വരും. അപ്പം നീ അവരുടെ കൂടെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണം. പുത്രിമാരുണ്ടാവും നിനക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ പുത്രനായിട്ട് അവതരിക്കുമ്പോൾ നിനക്ക് എല്ലാം സന്യസിച്ചിട്ട് ത്യജിച്ചിട്ട് പോകാം എന്ന്. അപ്പോൾ അവിടെയും കണ്ടോ ഭഗവാൻ അവതരിച്ചപ്പോഴും എൻ്റെ ഭഗവാൻ അവതരിച്ചുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നില്ല. ആര്? കർദമ പ്രജാപതി. അതിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ടല്ലേ? നമ്മൾ കണ്ടുവല്ലോ ചന്ദ്രശാഖ ന്യായത്തിൽ ഗുരുക്കന്മാരെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഗുരുവിനെ അല്ല നോക്കി നിൽക്കേണ്ടത്. നമ്മളിപ്പം ചന്ദ്രനെ ചൂണ്ടിക്കാണിക്കുന്ന കൈ വിരലാണല്ലോ. അപ്പോൾ കൈ വിരലിനെയാണോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ടത്? അപ്പോൾ മഹാത്മാക്കൾ ഗുരുക്കന്മാരൊക്കെ ഉപദേശിച്ചിരുന്നു. അതുകൊണ്ട് അവരിൽ കേന്ദ്ര ശ്രദ്ധീകരിക്കരുത്. വേണം, അവർ മുഖേനയാണ് നമുക്ക് അറിവ് കിട്ടുന്നത്. എങ്കിലും അവരിൽ അറ്റാച്ച്ഡ് ആയി പോരുത്. അയ്യോ എൻ്റെ ഗുരു പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് കണ്ണീർ വടിഞ്ഞുകൊണ്ട് എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലോ? ഗുരു തത്വത്തിനാണല്ലോ പ്രാധാന്യം. അപ്പം ഇവിടെ ആദ്യം നമ്മൾ കർദമനിൽ നിന്നും പഠിക്കാനുണ്ട്. എന്താണ്? ഭഗവാൻ അവതരിച്ചിട്ട് പോലും എന്ത് ചെയ്തു? ഭഗവാൻ അവതരിച്ചല്ലോ, ഞാൻ അവിടെ ഒട്ടി നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നില്ല. ഭഗവാൻ അവതരിച്ചു, എൻ്റെ കർത്തവ്യം, എന്നെ ഏൽപ്പിച്ച കർത്തവ്യം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സന്യസിച്ച് പോവുകയാണ്. ശരി, അങ്ങനെ തപസ്സിൻ്റെ അവസാനം ഭഗവാനിൽ നിന്നും ആജ്ഞ ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ സ്വയംഭൂവ മനുവും ശതരൂപയും കൂടി വന്നിട്ട് സ്വയംഭൂവ മനു പറയാണ് എൻ്റെ പുത്രിയെ അങ്ങ് സ്വീകരിച്ചാലും. അവർക്ക് രണ്ടുപേർക്കും നല്ലവണ്ണം അറിയാം കർദമ പ്രജാപതിയുടെ ആ തപസ്സിൻ്റെയും അറിവിൻ്റെയും മഹത്വം നല്ലവണ്ണം അറിയാം. പിന്നീടോ പല മഹാത്മാക്കൾ നല്ല രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദേവഹൂതി കൊട്ടാരത്തിൽ വളർന്നവളാണല്ലേ?
ആ സുഖസൗകര്യങ്ങളോടുകൂടി വളർന്നവൾ പിന്നീട് എവിടെയാണ് പോയി കൊണ്ട് എത്തിക്കുന്നത്? ഒരു മഹർഷിയുടെ ആശ്രമത്തിൽ അല്ലേ. ഇവർ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് സ്വയംഭുവ മനുവും ശതരൂപയും പോയി അല്ലേ. തിരിഞ്ഞു നോക്കിയത് പോലും ഇല്ലല്ലോ, അവിടെ ഇട്ടു. എന്നിട്ടോ ദേവഹൂതിയോ വർഷങ്ങളോളം കർദമ പ്രജാപതിയെ സേവിച്ചു. അതും ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് നമ്മൾ പഠിക്കാനുണ്ടല്ലോ പാഠം. എന്താണ്? ഒരു അക്ഷരം ഷീയോ ഷൂവോ പൂവോ ഹാവോ ഒന്നും ഉരിയാടിയില്ല. സേവനം സേവനം സേവനം. കർദമ പ്രജാപതിയാണെങ്കിൽ തപസ്സിൽ മുഴുകിയിരിക്കുകയാണ്. ഒന്നും അങ്ങോട്ട് ചോദിച്ചതേ ഇല്ല അല്ലേ. എന്തോരു ഇതായിരിക്കും. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുഖസൗകര്യങ്ങൾ എല്ലാം ഉള്ള കൊട്ടാരത്തിൽ നിന്ന് ഇവിടെ ഒന്നും തന്നെ ഇല്ല. പക്ഷെ എന്നിട്ടും ഒരു പരാതിയില്ല. സേവനാഭാവത്തോടുകൂടി മഹത്വം, പതിയുടെ മഹത്വം എല്ലാം അറിഞ്ഞുകൊണ്ട് സ്വമേധയാ തന്നെ വന്നവളാണല്ലോ. അപ്പം അവസാനം അതിൻ്റെ ഫലം കിട്ടണമല്ലോ. ഈശ്വരാർപ്പണമായി കർമ്മയോഗം എന്താണെന്ന് നമുക്ക് ദേവഹൂതിയിൽ നിന്നും പഠിക്കാം. എന്താണ്? സേവനം. പതി പരമേശ്വരനാണ്. മഹത്വമെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു ഇതുമില്ലാതെ, പ്രതീക്ഷയും ഇല്ലാതെ ഇന്ന ഫലം വേണം, അത് തരൂ, സുഖം തരൂ, ഈ സുഖം തരൂ ഒന്നും പറഞ്ഞില്ല. എന്താണോ ചെയ്യേണ്ടത് അത് നല്ല കൃത്യമായി പെർഫെക്റ്റായിട്ട് ചെയ്തു. ചെയ്യേണ്ട കർത്തവ്യം പെർഫെക്റ്റായിട്ട് ചെയ്തു. എന്നിട്ടോ പക്ഷെ അവസാനം ഫലം കിട്ടുകയും ചെയ്തുവല്ലോ. എന്താണ്? കർദമ പ്രജാപതി ഒരിക്കൽ തപസ്സിൽ നിന്നും പുറത്ത് വന്നപ്പോൾ ചോദിച്ചു എന്താണ് വേണ്ടത്. അപ്പോൾ ദേവി എന്ത് പറഞ്ഞു? ശരി, ഞാനൊരു ഗൃഹസ്ഥാശ്രമമാണല്ലോ സ്വീകരിച്ചിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഉള്ള സുഖങ്ങളൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ കൊടുത്തു. എന്താണ്? അതിൽ വിശദമായിട്ടുള്ള ചർച്ചയൊക്കെ ഉണ്ട് ഭാഗവതത്തിൽ. ഒരു നല്ലൊരു വിമാനം, ആ വിമാനത്തിൻ്റെ തന്നെ നല്ല വിശദീകരണങ്ങൾ കാണാം. അതിൽ ഇല്ലാത്ത ഒന്നുമില്ല. ആ വിമാനത്തിൽ തന്നെ എല്ലാം ഉണ്ട്. എന്തൊക്കെ സുഖങ്ങളെ നമ്മൾ ആലോചിക്കാൻ പറ്റുമോ അതെല്ലാം ഇതിലുണ്ട്. അപ്പോൾ ഇപ്പോഴത്തുള്ള വിമാനങ്ങളൊന്നും ഒന്നും ഇല്ലാതാകും എന്ന് പറയാം നമുക്ക്. അതിൽ സ്വിമ്മിംഗ് പൂള് അത് ഇത് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ രസമല്ലേ? ആ വിമാനത്തിൽ ഇരുന്നുകൊണ്ട് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. എവിടെ വേണമെങ്കിലും ലോകത്തെ പ്രപഞ്ചത്തെ ഏത് ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് പോയി സഞ്ചരിക്കാം. അങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞുകൂടി. അവർക്ക് ഒരുപാട് പുത്രിമാരുണ്ടായി. ആ കർത്തവ്യങ്ങളൊക്കെ തീർന്നു. അവരെയും കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ദേവഹൂതിക്ക് ഒരു കുറ്റബോധം. ഞാൻ എൻ്റെ ഭർത്താവ് ഇത്രയും മഹാത്മാവ് ജ്ഞാനി പുരുഷൻ, അദ്ദേഹത്തിൽ നിന്നും ഈ ഗൃഹസ്ഥാശ്രമ സുഖമാണല്ലോ ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സിൻ്റെയും മേളിൽ ഞാൻ വിജയം പ്രാപിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് ഭർത്താവിനടുത്ത് ചോദിക്കാൻ അറിയാം ഉള്ളിൽ ഒരു പുത്രൻ ഭഗവാൻ പുത്രനായിട്ട് അവതരിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഏത് സമയം വേണം എന്നെ വിട്ട് പോകാം എന്നറിയാം പതി. എന്നിട്ട് പറയാണ്, ഭഗവാനെ അങ്ങ് എനിക്കൊരു പുത്രനെ നൽകിയാലും. എന്നിട്ട് വ്രതമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട്. അതും നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു അമ്മ കുട്ടി ഉണ്ടാവുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു സന്താനം ഉണ്ടാവണമെങ്കിൽ അതും തപസ്സിലൂടെ വേണം. നമ്മൾ ആഹ്വാനം ചെയ്യണമല്ലോ അല്ലേ. കുട്ടിയെ ആഹ്വാനം ചെയ്യണം. മുറിയൊക്കെ നല്ല വൃത്തികേടായിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു മുറി ഉണ്ടെന്ന് വെച്ചോളൂ, വൃത്തികേടായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആര് വരും? ചിലപ്പം പൂച്ചികൾ പുഴുക്കളൊക്കെ ആയിരിക്കും വരിക അല്ലേ. നല്ല മുറിയാണെങ്കിലോ നല്ല നല്ല ആൾക്കാർ വരും അല്ലേ. അതേപോലെ നമ്മളും ഗർഭത്തിലിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും അങ്ങനെ നല്ല രീതിയിൽ വെക്കുകയാണെങ്കിൽ നല്ല മഹാത്മാക്കൾ ഉള്ളിൽ വരും അല്ലേ. ഇല്ലെങ്കിലോ അങ്ങനെയുള്ള ആസുരീക യോനികളായിരിക്കും നമ്മുടെ വയറിൽ വന്ന് ജനിക്കുക, ഗർഭത്തിൽ വന്ന് ജനിക്കുക. പക്ഷെ വ്രതമൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാൻ കപില ഭഗവാൻ അവതരിച്ചു. കപിലാവതാരം ജ്ഞാനാവതാരം എന്ന് പറഞ്ഞുവല്ലോ. ബോലിയേ കപില ഭഗവാൻ കീ ജയ്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭഗവാൻ അവതരിച്ചതിന് ശേഷം രഹസ്യമായി അച്ഛനും മകനും തമ്മിൽ ഏറ്റുമുട്ടുക, സംസാരിക്കുകയാണ്. അച്ഛനാരാണ്? കർദമ പ്രജാപതി. മകനാരാണ്? കപില ഭഗവാൻ. അപ്പം അച്ഛനാണ്, ഞാൻ അച്ഛനാണ്, വലിയ ആളാണെന്നുള്ള ഭാവമേ ഇല്ല. സാക്ഷാത് ഭഗവാനാണല്ലോ, പുത്രനാണല്ലോ അല്ലേ. കൃഷ്ണാവതാരത്തിൽ പോലും നമ്മൾ കൃഷ്ണനെ എത്ര പുകഴ്ത്തുന്നു. പക്ഷേ ആ കൃഷ്ണൻ്റെ തൊട്ടടുത്തുള്ള എത്ര പേർക്ക് കൃഷ്ണൻ്റെ മഹത്വം അറിയാം? മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുമല്ലോ അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെ ഭഗവാനാണ്. അതുകൊണ്ട് എൻ്റെ പുത്രൻ എന്നല്ല കണ്ടത് പ്രജാപതി, കർദമ പ്രജാപതി, സാക്ഷാത് ഭഗവാൻ. അപ്പോൾ ഭഗവാൻ നിർദ്ദേശം നൽകുകയാണ്, എല്ലാം നിറവേറ്റി നീ എല്ലാം ത്യജിച്ചിട്ട് സന്യസിക്കൂ. എന്നിട്ട് പോയിട്ട് മനന നിധിധ്യാസനത്തിൽ മുഴുകി ആത്മസാക്ഷാത്കാരം ഉണ്ടാവട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. എന്നിട്ട് കർദമ പ്രജാപതി ഭഗവാന്റെ ആജ്ഞയല്ലേ, തീർച്ചയായിട്ടും ഞാൻ വിട്ടിട്ട് പോകണം എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോയി അല്ലേ. എന്നിട്ട് പറയാണ്, നിൻ്റെ അമ്മയ്ക്ക് നീ ഉപദേശം നൽകിയാലും. അതിനുശേഷമാണ് അമ്മയും മകനും തമ്മിലുള്ള സംവാദം. അവിടെ നമ്മൾ നോക്കണം, ഭഗവാനെ ഗുരുവായിട്ട് കാണുമ്പോൾ എങ്ങനെ കാണണം. അമ്മ പുത്രനായിട്ടല്ല കണ്ടത്, ഗുരുവായിട്ടാണ് കണ്ടത്.
അപ്പോൾ ഒരു വ്യക്തിയിൽ ഗുരു എപ്പോഴാണ് ആവിർഭവിക്കുക? ഒരു ശിഷ്യൻ ഉണ്ടാവുമ്പോഴാണ് ഗുരു ആവിർഭവിക്കുക. നമ്മൾ ഭഗവത്ഗീതയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, കൃഷ്ണൻ അർജുനൻ ഉത്തമ സുഹൃത്തുക്കളായിരുന്നു അല്ലേ. കൃഷ്ണന് ഉള്ളിലുള്ള ഗുരു ഇനി ഇടയ്ക്കിടയ്ക്ക് തലപൊക്കുന്നുണ്ട് ഇല്ലേ, ജ്ഞാനം ഉള്ളിൽ പരിപൂർണമായിട്ടുണ്ടല്ലോ. അപ്പൊ ആർക്ക് നൽകണമല്ലോ എന്ന് പറഞ്ഞ് തലപൊക്കാണ്. പക്ഷെ ആരെങ്കിലും വേണ്ടേ നൽകാൻ അല്ലേ? അപ്പം അർജുനന് യുദ്ധസമയത്ത് മാത്രമാണ് അർജുനൻ ആദ്യമൊന്നും വഴങ്ങി കൊടുത്തില്ല. സ്വയം ഉപദേശങ്ങൾ, സ്വയം എന്താണ് ഉള്ളിൽ തോന്നിയത് അതൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണല്ലേ കൃഷ്ണ ഭഗവാന്റെ അടുത്ത്. അവസാനം ഒന്നും ശരിയാകുന്നില്ല, ഭഗവാനെ ഷാധിമാം ത്വാം പ്രപന്നം ശിഷ്യഃ തേ അഹം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, എന്നെ ശാസിച്ചാലും ഞാൻ ശിഷ്യത്വം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഭഗവാൻ ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തത്. അതേപോലെ തന്നെ ഇവിടെ ദേവഹൂതി അമ്മയാണ്, പക്ഷെ എന്നാലും അമ്മയായിട്ടല്ല ഭഗവാനെ സമീപിച്ചത്, ശിഷ്യയായിട്ടാണ് സമീപിച്ചത്. അത് മഹത്വമുള്ളതാണല്ലേ. അമ്മയ്ക്ക് ആ ഒരു ഭാവം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവഹൂതിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അത്ര മഹത്വമുള്ളൊരു അമ്മ എന്ന് പറയാം. അമ്മ ധന്യമാണ്, കാരണം സാക്ഷാത് ഭഗവാൻ പുത്രനായിട്ട് ജനിച്ചുവല്ലോ അല്ലേ. എന്തൊരു പുണ്യം ചെയ്തിട്ടുണ്ടാവണം ആ ഒരു അമ്മ. എന്നിട്ട് ഭഗവാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഉപദേശം വളരെ പ്രശസ്തിയുള്ളൊരു ഉപദേശമാണ്. എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല, അതിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം പറയാം. ഒരു ഉപനിഷത്തുണ്ട്, ആ ഉപനിഷത്തിൽ പറയുന്ന പല കാര്യങ്ങളും ഈ നമ്മുടെ കപിലോപദേശത്തിലുണ്ട്. അതുകൊണ്ടാണ് ജ്ഞാന അവതാരം എന്ന് പറയുന്നത്. ജ്ഞാനം എന്തൊക്കെയാണ്, ജ്ഞാനത്തിലുള്ള പല പല അംശങ്ങൾ, കാര്യങ്ങൾ, അതെല്ലാം ചുരുക്കി ഭഗവാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. പറയാണ്, അതിനെ തുടക്കത്തിൽ തന്നെ പറയാണ്, മനസ്സ് തന്നെയാണ് മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയേ മോക്ഷയോഹോ എന്ന് പറഞ്ഞു ഒരു ഉപനിഷത്തിൽ വരുന്നുണ്ട്. അതേ അർത്ഥമുള്ള ശ്ലോകം തന്നെയാണ് കപിലദേവൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ബന്ധത്തിനും മോക്ഷത്തിനും കാരണം എന്താണ്? മനസ്സ് തന്നെയാണ്. മനസ്സ് എപ്പോഴാണോ വിഷയങ്ങളിൽ ഒട്ടി നിൽക്കുന്നത് അപ്പോൾ ആ മനസ്സ് ബന്ധത്തിന് കാരണമാകുന്നു. അതേ മനസ്സ് എപ്പോഴാണോ വിഷയങ്ങളിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നത് ആ മനസ്സ് മോക്ഷത്തിന് പ്രാപ്തി നേടുന്നു. അപ്പോൾ എല്ലാത്തിനും കാരണം എന്താണ്? മനസ്സ് തന്നെയാണല്ലോ അല്ലേ. മനസ്സ് എങ്ങനത്തുള്ള അദ്ഭുതമായിട്ടുള്ള ഒരു ഉപാധിയാണ് എന്ന് നമുക്ക് നോക്കാം. പിന്നീട് പറയുന്നത് ഈ മനസ്സിനെ എങ്ങനെയാണ് മനസ്സിലൂടെ നമുക്ക് മോക്ഷത്തിനെ പ്രാപിക്കാൻ സാധിക്കുന്നത്? അത് കപിലദേവൻ പ്രകൃതി പുരുഷ വിവേചനത്തിലൂടെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രകൃതി പുരുഷ വിവേചനത്തിലൂടെ, അതിനാണ് നമ്മൾ അറിവ്, സാഖ്യം എന്നൊക്കെ പറയുന്നത്. ഭഗവത്ഗീതയിൽ ഒരു അധ്യായത്തിന് തന്നെ പേരെന്താണ്? സാഖ്യയോഗം. അതിൽ ജ്ഞാനപ്രധാനമാണ്. എന്താണ് ആ ജ്ഞാനം? അത് ചുരുക്കി പറയാം, വിശദമായിട്ട് പറയുന്നില്ല, ചുരുക്കി പറയാം. എന്താണ്? ഇവിടെ രണ്ടേ ഉള്ളൂ. ഒന്ന് പ്രകൃതി, ഒന്ന് പുരുഷൻ. പ്രകൃതിക്ക് തന്നെ നമ്മൾ ദൃശ്യം എന്ന് പറയുന്നു, പുരുഷനെ നമ്മൾ ദ്രഷ്ട എന്ന് പറയുന്നു. ദൃക്ക്, കാണുന്നവൻ, കാണപ്പെടുന്ന വസ്തുക്കൾ. പുരുഷൻ ഒന്നേ ഉള്ളൂ, പ്രകൃതി പലതാണ്. അപ്പം നമ്മുടെ ദൃഷ്ടിയെ കാണപ്പെടുന്ന വസ്തുവിൽ നിന്നും ഏതിലേക്ക് തിരിച്ചുവിടണം? കാണുന്നവലേക്ക്, ദ്രഷ്ടാവിലേക്ക് നമ്മൾ തിരിച്ചുവിടണം. അതാണ് പ്രക്രിയ. ഈ പ്രകൃതി പുരുഷ വിവേചനത്തിലൂടെ സാധിക്കേണ്ടത് എന്താണ്? അതാണ്. അത് കുഞ്ഞു രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ മൈക്കിനെ കാണുകയാണ്. മൈക്കിനെ കാണുന്നുണ്ടല്ലോ. ഞാൻ മൈക്കിനെ കാണുന്നു, പുസ്തകത്തിനെ കാണുന്നു, കണ്ണട കാണുന്നു, മൊബൈൽ കാണുന്നു, നിങ്ങളെല്ലാവരെയും ഞാൻ കാണുന്നു. അപ്പോൾ കാണുന്ന എൻ്റെ ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ. ഒരു കണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കണ്ണുകളുണ്ട്. കാണപ്പെടുന്ന വസ്തുക്കൾ പലതാണല്ലോ അല്ലേ. അപ്പോൾ കാണുന്നവൻ ഒന്നേ ഉള്ളൂ, പക്ഷെ കാണപ്പെടുന്ന വസ്തുക്കൾ പലതാണല്ലോ. അത് മാത്രമല്ല, കണ്ണിനെ എനിക്ക് നിങ്ങളെല്ലാവരെയും ഇതിനെല്ലാം കാണാൻ സാധിക്കും. പക്ഷേ മൈക്കിന് എൻ്റെ കണ്ണിനെ കാണാൻ സാധിക്കുമോ? പുസ്തകത്തിന് എൻ്റെ കണ്ണിനെ കാണാൻ സാധിക്കുമോ? കണ്ണടയ്ക്ക് എൻ്റെ കണ്ണിനെ കാണാൻ സാധിക്കുമോ? അപ്പോൾ ഇത് വൺ വേ ട്രാഫിക് ആണല്ലേ. അപ്പോൾ കണ്ണ് ദൃക്കാണെങ്കിൽ, ദ്രഷ്ടാവാണെങ്കിൽ, ഈ കാണുന്നതെല്ലാം ദൃശ്യമാണ്. ഈ കാണുന്നതെല്ലാം പലതാണ്, പക്ഷെ കാണുന്ന ദ്രഷ്ട ഒന്നേ ഉള്ളൂ. ദ്രഷ്ടാവിന് ദൃശ്യത്തിന് കാണാൻ സാധിക്കും, പക്ഷേ ദൃശ്യത്തിന് ദ്രഷ്ടാവിനെ കാണാൻ സാധിക്കില്ല. ഇനി ഒരു പടി മുകളിലേക്ക് പോവാണ്. എന്താണ് ഒരു പടി മുകളിൽ? കണ്ണുകൾ.
കണ്ണുകൾ ആരാണ് കാണുന്നത്? എൻ്റെ മനസ്സാണല്ലോ അല്ലേ. മനസ്സാണല്ലോ കണ്ണുകളെ കാണുന്നുണ്ടോ? അതോ മനസ്സ് വേൾഡ് ടൂറിന് പോയോ? അതും പറയാൻ പറ്റില്ല അല്ലേ. വേൾഡ് ടൂറിന് പോകും, പല സ്ഥലത്തും പോയിട്ട് തിരിച്ചു വരും മനസ്സ്. അപ്പോൾ ഒരു മനസ്സേ ഉള്ളൂ കണ്ണുകളെ കാണുന്നുണ്ട്, 2 കണ്ണുകളെ കാണുന്നുണ്ട്. ചില സമയത്ത് കണ്ണുകൾ ഇങ്ങനെ മങ്ങിയിരിക്കുകയാണ്, ചില സമയത്ത് കണ്ണ് നേർന്നിരിക്കുകയാണ്, കണ്ണിലൂടെയൊക്കെ വെള്ളം വരുന്നുണ്ട്. അങ്ങനെ പല പല കണ്ണുകളുടെ പല പല അവസ്ഥകളെയും എൻ്റെ ഒരു മനസ്സ് കാണുന്നുണ്ടല്ലോ. ചില സമയത്ത് കണ്ണട വെക്കേണ്ടി വരുന്നു, ചില സമയത്ത് കണ്ണുകൾ വെക്കേണ്ട, ചില സമയത്ത് കണ്ണുകൾ ചുവന്നിരിക്കുന്നു, ചിലപ്പോൾ ചൊറിച്ചിലൊക്കെ വരുന്നു. അപ്പം ഈ പല പല കണ്ണുകളുടെ അവസ്ഥയും കാണുന്നത് ഒരു മനസ്സാണല്ലോ. മനസ്സാണല്ലോ കണ്ണുകളെ കാണുന്നത് അല്ലേ. കണ്ണുകൾക്ക് മനസ്സിനെ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ, ഉറപ്പാണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ. നമ്മൾ ഒരാളെ നോക്കുമ്പോൾ കണ്ണിലൂടെ നമുക്ക് മനസ്സിനെ കാണാൻ സാധിക്കണം അല്ലേ. എന്ത് രസമാണല്ലേ. അപ്പോൾ മനസ്സ് ദ്രഷ്ടാവാണെങ്കിൽ കണ്ണുകളുടെ അവസ്ഥയാണ് ദൃശ്യങ്ങൾ. കണ്ണിൻ്റെ അവസ്ഥകൾ പലതാണ്, പക്ഷെ മനസ്സ് ഒന്നാണ്. മനസ്സിന് കണ്ണുകളുടെ അവസ്ഥയെ കാണാൻ പറ്റും, പക്ഷെ കണ്ണുകൾക്ക് മനസ്സിനെ കാണാൻ സാധിക്കില്ല. ഇതൊരു തലം. ഇനി പോകാൻ പോകുന്ന തലമാണ് അങ്ങേയറ്റത്തെ തലം. എന്താണ്? മനസ്സുണ്ട്. മനസ്സ് എന്ന് പറയുമ്പോൾ ചിന്തകളുടെ പ്രവാഹം. ചിന്തകൾ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ക്ലാസ് കഴിയാറായി, അപ്പം ഞാനെപ്പോൾ പോകും, ബസ് കിട്ടുമോ ഇല്ലയോ, ഓട്ടോ കിട്ടുമോ ഇല്ലയോ, വയറിൽ നിന്ന് ശബ്ദമൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ബ്ലിം 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 വിശപ്പൊക്കെ വന്ന് തുടങ്ങി. വെള്ളം കുടിക്കണം തോന്നുന്നുണ്ട്. വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇവിടെ. അപ്പം ബാത്റൂമിൽ പോകണ്ടേ, അപ്പോൾ ശൗചാലയത്തിൽ പോകണം, മൂത്രശങ്കയുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ആലോചിക്കുമല്ലോ അല്ലേ. മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടന്നു പോകുന്നുണ്ടല്ലോ അല്ലേ. ഈ ചിന്തകളൊക്കെ അറിയുന്നത് ഒരാളല്ലേ, ഇല്ലേ? ഞാനല്ലേ അറിയുന്നത്? ഞാൻ ഒരാൾ ചിന്തകളൊക്കെ അറിയുന്നുണ്ടല്ലേ. എല്ലാ ചിന്തകളും അറിയുന്ന ഒരാൾ തന്നെയല്ലേ? അതോ ഇപ്പോൾ ഒരാൾ അറിയുന്നു, ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ വേറൊരാൾ വന്ന് എൻ്റെ ഉള്ളിൽ ഇരുന്ന് അറിയുന്നോ? ഉറപ്പാണോ? അങ്ങനത്തെ വാദങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ലല്ലോ, ഇല്ലേ? ഇപ്പോൾ ഒരു ടീച്ചർ ഇങ്ങനെ ഇരിക്കുകയാണ്, കുട്ടികളൊക്കെ ഇങ്ങനെ പോവുകയാണ്, അറ്റൻഡൻസ് എടുക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി വരുന്നു, പോകുന്നു, അടുത്ത കുട്ടി വരുന്നു, പോകുന്നു, അടുത്ത കുട്ടി വരുന്നു, പോകുന്നു. ഇപ്പം എല്ലാ കുട്ടികളെയും കാണുന്ന ഈ ഒരാളല്ലേ. അതുകൊണ്ട് എനിക്ക് അവസാനം പറയാൻ പറ്റുമോ ഇത്ര കുട്ടികൾ വന്നിട്ടുണ്ട്, ഇത്ര കുട്ടികൾ വന്നില്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ ഒരു 2-3 കുട്ടികൾ വന്നു, എന്നിട്ട് ഞാൻ മാറിയിട്ട് വേറൊരാൾ വന്ന് ഇവിടെ ഇരിക്കുകയാണ്, എന്നിട്ട് അടുത്ത 2-3 കുട്ടികൾ വന്നു, എന്നിട്ട് പോവാണ്. അപ്പോൾ എല്ലാ കുട്ടികളും അവസാനം എല്ലാ കുട്ടികളും അറിയുന്ന ഒരാളല്ലോ കൂടുതൽ ആൾക്കാർ വേണ്ടി വരും അല്ലേ. അപ്പം അതല്ല നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത്. പല പല ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോകുന്നു, അതിനൊക്കെ കാണുന്നത് ഞാൻ ഒരാളല്ലേ, ഇല്ലേ? ഒരാളല്ലേ. മനസ്സിൻ്റെ ചിന്തകൾ പലതാണ്, കാണുന്ന ഞാൻ ഒരാള്. ഇനി മനസ്സിൻ്റെ ചിന്തകളെ ഞാൻ കാണുന്നുണ്ട്, ചിന്തകൾക്ക് എന്നെ കാണാൻ സാധിക്കുമോ? ഇല്ല. എങ്ങനെ അറിയാൻ പറ്റും? കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? അതിനൊരു ഉദാഹരണം പറയട്ടെ ഞാൻ. ഇപ്പം കാലൊക്കെ മരവിച്ച് പോയിരിക്കുകയാണ്, കുറേ നേരം ഇരിക്കുന്നു അല്ലേ. അപ്പോൾ കാലൊക്കെ മരവിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ കാല് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നില്ലല്ലോ അല്ലേ. തൊട്ടു നോക്കൂലേ നമ്മൾ? മരവിച്ചിരിക്കുമ്പോൾ തൊട്ടു നോക്കിയാലും അറിയില്ലല്ലോ. അപ്പോൾ കുറച്ച് കഴിയണം, കുറേ അടിയൊക്കെ കൊടുക്കണം നമ്മൾ. അപ്പോൾ ആ സമയത്ത് മരവിച്ചിരിക്കുമ്പോൾ നല്ല അടി കൊടുത്താൽ നല്ല സുഖമാണ്. അപ്പോൾ അടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴേ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുള്ളൂ അല്ലേ. അപ്പോൾ ചോദിച്ചു നോക്കാം, കാലിൽ എന്തെങ്കിലും കൊതുക് വല്ലതും വന്നിരിക്കുന്നുണ്ടോ, കടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അറിയില്ല കേട്ടോ, ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കാല് മരവിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പം ഞാൻ പറയാം കേട്ടോ എന്നല്ലേ നമ്മൾ പറയുള്ളൂ, ഇല്ലേ? ഉറപ്പല്ലേ? ശരി, ഇനി പറയാണ് ആ സമയത്തും തൊട്ടടുത്തിരിക്കുന്ന ആളുണ്ടോ ഇല്ലയോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ ഇവിടെ ഇരുട്ട് റൂമാണെന്ന് വിചാരിക്കുക. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആളുണ്ടോ ഇല്ലയോ അറിയുമോ? ഇല്ല. ചിലപ്പോൾ വിചാരിക്കുമോ ലൈറ്റൊക്കെ പോയല്ലോ, മെല്ലെ ഒന്ന് മുങ്ങിക്കളയാം എന്ന് വിചാരിച്ച ഒന്ന് മുകളിൽ എണീറ്റ് പോയി കഴിഞ്ഞാലോ? അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ സ്വന്തം ശരീരം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല എനിക്ക്. കാലുണ്ടോ ഇല്ലയോ അറിയില്ല, തൊട്ടടുത്ത ആളുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. പക്ഷേ ഞാനുണ്ടോ എന്നറിയുന്നുണ്ടോ? ഉണ്ട്. അതുണ്ടല്ലോ അല്ലേ. ഞാനുണ്ടോ എന്ന് അറിയാൻ ഒരാൾ പറയാണ്. ഞാനുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഞാൻ കുറച്ചൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. അങ്ങനെ പറയുമോ? ഒരിക്കലും വരില്ലല്ലോ. കുറേ നേരം ഇരുന്നു മരവിച്ചു പോവോ? ആലോചന മരവിച്ചു പോവോ? അപ്പം ഞാനുണ്ട് എന്നറിയാൻ ആലോചിച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? ആലോചിച്ച് നോക്കുന്നത് മനസ്സുകൊണ്ടാണല്ലോ. അപ്പം ഞാനുണ്ട് എന്ന് അറിയാൻ മനസ്സിൻ്റെ ആവശ്യവുമില്ല, മനസ്സിന് പറ്റുമില്ല. എന്തുകൊണ്ട്? ആ ആഴ്ന്ന നിദ്രയിൽ, സുഷുപ്തിയിൽ ഞാനുണ്ട്, പക്ഷെ അവിടെ മനസ്സുണ്ടോ? മനസ്സിന് അവിടെ പ്രവേശിക്കാനേ പറ്റില്ല. ഒരിക്കലും സുഷുപ്തി അവസ്ഥയിൽ മനസ്സിന് പ്രവേശിക്കാനേ പറ്റില്ല.
ഈ മനസ്സിനെയും ദ്രഷ്ടാവായ ആ സാക്ഷി, അതാണ് ദൃക്ക് എന്ന് ഇവിടെ കപിലദേവൻ പറയുന്ന പുരുഷൻ. ബാക്കിയെല്ലാം ഈ കാണപ്പെടുന്നതെല്ലാം നമ്മുടെ ശരീരം തുടങ്ങി ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, പിന്നെ ഞാൻ എന്ന വ്യക്തിത്വം പോലും ഇതിൽ വരും, പ്രകൃതിയിൽ വരും. അപ്പം ഇതിൽ പറയാണ് മനസ്സിൻ്റെ ശ്രദ്ധ എവിടേക്ക് പതിയണം? ആ ദ്രഷ്ടാവിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സ് നമ്മളെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകും. അല്ലാത്ത പക്ഷമോ അത് ബന്ധനത്തിലേക്ക് നമ്മളെ കൊണ്ട് നയിപ്പിക്കും. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും അല്ലേ? പ്രകൃതി പുരുഷ വിവേചനം അറിവ് പ്രധാനമായതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് മഹർഷി പറയാണ്, അതുകൊണ്ട് എളുപ്പ വഴി എന്താണ്? ഭഗവാനിലുള്ള ഭക്തി, ഭഗവാനോടുള്ള പ്രേമം. ആ പ്രേമം നമ്മളെ ഈ അറിവിലേക്ക് മെല്ലെ മെല്ലെ കൊണ്ട് വന്നോളും എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ് ഭക്തി എങ്ങനെയുള്ള ഭക്തി ആയിരിക്കണം? തീവ്രമായിട്ടുള്ള ഭക്തി. ഭക്തി പലതരത്തിലുണ്ടല്ലോ. മന്ദഭക്തിയുണ്ട്, അതിമന്ദ ഭക്തിയുണ്ട്, അങ്ങനെ പല പല തരത്തിലുള്ള ഭക്തികളുണ്ട്. സാത്വിക ഭക്തികൾ, തമോ ഗുണപ്രദമായിട്ടുള്ള ഭക്തി, രജോ ഗുണപ്രദമായിട്ടുള്ള ഭക്തി, എല്ലാ തരത്തിലും ഉണ്ട്. അപ്പോൾ പറയേണ്ടത് ഭഗവാൻ സത്വഗുണപ്രദമായിട്ടുള്ള ഭക്തിയും അതിനപ്പുറം ഗുണാതീതമായിട്ടുള്ള ഭക്തി, അത് മാത്രമേ ഉള്ളൂ ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ നയിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഭക്തിയെ പറ്റിയിട്ട് കുറച്ച് വിശദമായിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് ഭക്തി വൈരാഗ്യമൊക്കെ വളർന്നു വരണം എങ്കിൽ ഉള്ളിൽ എന്ത് വേണം? ദോഷദർശനം വേണം. ജീവിതത്തിലുള്ള ദോഷദർശനം, ആ ദോഷദർശനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശിശു, നമ്മളെല്ലാവരും കുട്ടിയായിട്ടാണല്ലോ പുറത്ത് വരുന്നത് അല്ലേ? അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ ഗർഭത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അത് വിശദമായിട്ടുള്ള ചർച്ച ഇതിൽ കാണുന്നുണ്ട്. ഗർഭത്തിലിരിക്കുമ്പോൾ കുട്ടി ആ കഴിഞ്ഞ ജന്മത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു, കഷ്ടപ്പെട്ടതൊക്കെ ഓർമ്മ വരുന്നു. അപ്പോൾ കുട്ടി പറയണം, ഭഗവാനെ ഇനി എനിക്ക് ഒരിക്കലും ഗർഭാവസ്ഥ ഉണ്ടാവാനേ പാടില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ വാക്ക് തരുന്നു, ഞാൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് നന്നായിട്ട് ജീവിച്ചോളാം കേട്ടോ എന്നൊക്കെ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകുമല്ലേ. പുറത്ത് വന്നു കഴിഞ്ഞാലോ ഡിം പോയി കഴിഞ്ഞു. പുറത്ത് വന്ന് ഡോക്ടർ ഒരു അടി തരും അല്ലേ? ഡോക്ടർ ഒരു അടി തരുമ്പോൾ എല്ലാം പോയി ഡിം കഴിഞ്ഞു, വീണ്ടും മായയിൽ പെട്ടു പോകുന്നു അല്ലേ. അപ്പോൾ പറയാണ് ഗർഭത്തിൻ്റെ ഉള്ളിൽ ശിശു എന്തൊക്കെ സ്ഥിതിയിലൂടെയാണ് പോകുന്നത്, അതൊക്കെ വിശദമായിട്ട് വരുന്നുണ്ട്. നല്ല രസമാണ്. നമ്മുടെ ഈ ഗൈനക്കോളജിസ്റ്റുമാർ അവരാണല്ലോ ഇതിൻ്റെ, അത് മാത്രമല്ല അതിനും അപ്പുറമുണ്ട് പ്രീ നേറ്റൽ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ പല പല സംഭവങ്ങൾ. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുമോ എന്തോ അത്ഭുതമാണ് ഇതൊക്കെ. പിന്നീട് എന്താ പറയുന്നത്, വേറെ പല കാര്യങ്ങളും പറയുന്നുണ്ട്, അതൊന്നും ഇപ്പോൾ എടുത്ത് പറയുന്നില്ല. എന്തായാലും കപിലോപദേശം വളരെ സിമ്പിളാണ്, സിമ്പിൾ സംസ്കൃതമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ മൂലം നിങ്ങളെല്ലാവരും ഒന്ന് വായിക്കണം. കപിലോപദേശത്തിൻ്റെ മൂലം, അതായത് സംസ്കൃതത്തിലുള്ള ഭാഗവതത്തിലെ മൂലം, അത് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥകളെ പറ്റിയിട്ടൊക്കെ നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. എന്തായാലും അവസാനം അമ്മയുടെ അടുത്ത് പറയുകയാണ്, അമ്മ ഒന്നും വിഷമിക്കേണ്ട, നീ എല്ലാം ത്യജിച്ചിട്ട്, മാനസികമായി എല്ലാം ത്യജിച്ചിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കപിലദേവൻ തിരിച്ചു. അപ്പം അമ്മയോ ഇതിൽ പറയാണ്, വിസ്രസ്ത മോഹപടല തം അഭിപ്രണമ്യ. അമ്മ എന്ത് ചെയ്തു? നമസ്കരിച്ചു. എന്നിട്ട് ഉള്ളിൽ മോഹപടലങ്ങൾ, മോഹങ്ങളെല്ലാം മാറി, എന്നിട്ട് എല്ലാം മുഴുകി അമ്മ ഇരുന്നു എന്നാണ്. അമ്മയുടെ ശരീരം പോലും കാത്തു രക്ഷിച്ചത് ദേവീദേവന്മാരും സേവകന്മാരും ഒക്കെ കൂടി ചേർന്നിട്ടാണ്. പക്ഷെ അവസാനം ശരീരം ത്യജിച്ചിട്ട് അമ്മയും ഭഗവത് പ്രാപ്തി നേടി എന്ന് തന്നെ പറയാം. അപ്പം എന്തൊരു ദിവ്യമായിട്ടുള്ള മാതൃപുത്ര ഒരു ബന്ധം. നമ്മൾ നമ്മുടെ ഉള്ളിൽ ആ ശിഷ്യഭാവം വന്നാൽ മാത്രമേ ഭഗവാന്റെ സന്ദേശം ഉള്ളിലേക്ക് ഗ്രഹിക്കുകയുള്ളൂ. പുറത്തുള്ള ഭഗവാൻ ആവശ്യം വേണമെന്നില്ല. പുറത്തെന്തിനാണ് ഭഗവാൻ അവതരിക്കുന്നത്? അർച്ചാരൂപമായിട്ട്, ക്ഷേത്രങ്ങളിലുള്ള ആ മൂർത്തി രൂപമായിട്ടൊക്കെ ഭഗവാൻ അവതരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയെ, ആ ഭഗവാനിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്കുള്ള ശ്രദ്ധയെ തിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം തിരിച്ചുള്ള ആ നമ്മുടെ ഉള്ളിലുള്ള ആ ഗുരു ഭഗവാൻ ഉദിച്ചു കഴിഞ്ഞാലോ പിന്നെ നമ്മൾ സേഫ് ആണ് എന്ന് തന്നെ പറയാം നമുക്ക്. അപ്പം ആ എല്ലാവരുടെയും ഉള്ളിലുള്ള ഭഗവാനെ ഒന്ന് ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ശിഷ്യഭാവം ഉണരട്ടെ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.